ഹായ് നമസ്തേ, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു ഡേ ഇൻ അവർ ലൈഫ് ആണ് എടുക്കാൻ പോകുന്നത്. ചേച്ചി ക്വാർട്ടേഴ്സിന് വന്നിട്ട് ആ ഒരു വല്ലപ്പോഴും കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഞങ്ങൾ അതെ ഇപ്പൊ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കാണാം ഞങ്ങളുടെ ഡേയില് ഒരുമിച്ചുള്ളപ്പം എന്തൊക്കെയാണ്. അതെ, അപ്പോൾ ഇത് രാവിലത്തെ പണിത്തിരക്കിലാണ്. ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞങ്ങളെ ഉണ്ടാക്കിയെന്ന്, പക്ഷെ അല്ല, അമ്മയായിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ ചേച്ചി ഇവിടെ പട്ടി ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നൊക്കെ ഉണ്ടാക്കുന്ന ചേച്ചിയാണെന്നുള്ള ഒരു ഇതിൽ ചെയ്യുവാണ്. ആകെ കോഫി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പിന്നെ കുട്ടികൾക്ക് വേണ്ട ഇതും അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ. അടുത്തതാണ് ഞങ്ങളുടെ മെയിൻ ടാസ്ക്, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ വീടിന് പുറത്തിറങ്ങണം, പൂച്ചയെ കാണണം, കാക്കയെ കാണണം, പിന്നെ അകത്ത് പോയിട്ട് കാർട്ടൂൺ കാണണം കുറച്ച് നേരം. ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്താലാണ് കുറച്ച് ഫുഡൊന്ന് വായിലേക്ക് പോയി കിട്ടുക. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. ഇത് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞപ്പോൾ അവരൊന്ന് സെറ്റായി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം TV കാണണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കളി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്രീൻ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ കാർട്ടൂൺ കാണാനിരിക്കുക. അതിനിടയിൽ കളി നടക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ ഒരു കളിച്ചിലുറപ്പാ. ചായ അപ്പോൾ ദേ ഞങ്ങൾ ഷോർട്സ് എടുക്കണതിൻ്റെ ഇതിലാണ്. അപ്പോഴാണ് ദേ ഒരു രണ്ടുപേരും കൂടി വന്നിട്ട് അവിടെ കിടന്ന് ഡാൻസും ഡ്രസ്സ് ചെയ്യലും വെറൈറ്റി ഡ്രസ്സിങ് ഒക്കെ ആയിരുന്നു. ഞങ്ങളെക്കാട്ടിൽ അവരായിരുന്നു എക്സൈറ്റഡ് വീഡിയോയിൽ. ദേ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി ഞങ്ങളുടെ. ഈ ഡാൻസ് ഇപ്പോൾ ഒന്നും വരില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ഷോർട്സ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഫ്യൂച്ചറിൽ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിങ്ങിലായിരുന്നു. ഇപ്പോൾ ചേച്ചി ഞാൻ സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കാണുന്നത്. ഞങ്ങളിത് ആ പിള്ളേർക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് പുറത്തൊക്കെ നടന്ന് പൂച്ചയും അതിനെയൊക്കെ കണ്ടാലേ കഴിക്കുള്ളൂ ഓരോരുത്തർ. അപ്പോൾ എല്ലാത്തിനെയും പുറത്തേക്ക് പറക്കിക്കൊണ്ട് വന്നേക്കാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ലച്ചുപ്പൻ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, എന്തൊക്കെയോ പറഞ്ഞാലാണ്. അതെ, ഞങ്ങൾക്ക് 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. ഒക്കെ നല്ല ഉറക്കത്തിൽ ഒരെണ്ണം എണീറ്റിരിപ്പുണ്ട്. അതിൻ്റെ അമ്മ പൂച്ച ഇവിടെയുണ്ട്. എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾക്കിന്ന് മീനൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാം. മീനില്ലാതെ അവൾ കഴിക്കുകയുമില്ല, അതുകൊണ്ട് പിന്നെ കൊടുക്കാനും പറ്റില്ല. ഞങ്ങൾ ഫുള്ള് മേക്കപ്പിലൊക്കെയാണ്. ഞങ്ങളൊരു ഷോർട്സ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ഇട്ടാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും അതെ ഇനി എടുക്കാനുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഒരുക്കത്തിൽ കുറച്ച് നേരം അതിൻ്റെ പുറകെയൊക്കെ ആയിരുന്നു. പിന്നെ അതായിപ്പോൾ പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ട് ഇനി ബാക്കി പണി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചോറ് കഴിക്കാൻ എടുത്തേക്കാം. ചോറും സാമ്പാറും ചക്കയും ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് കൊടുത്ത് വായിലേക്ക് എത്തിക്കണമെങ്കിൽ ഇത്തിരി പണിയാണ്. ആസ് യൂഷ്വൽ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പം ദേ ഞങ്ങൾ കഴിക്കാനിരിക്കാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വഴിയെ ഇടുന്നതായിരിക്കും. ഇപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് കഴിക്കുകയാണ്. ഒരുപാട് ലേറ്റായി. ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് കോലും മിഠായി തപ്പിക്കൊണ്ടിരിക്കുക. അതെ, ഇച്ചിരി മൂഡ് ഓഫ്. ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഫോൺ പിടിച്ചോണ്ടിരിക്കായിരുന്നു. അത് മേടിച്ചന് പണങ്ങിയോടൊപ്പം ഇരിക്കേണ്ട വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോ വന്നില്ല. ഇങ്ങനത്തെ കോലും മിഠായി കാണുമ്പോ മറ്റേ ചൈൽഡ്ഹുഡ് മെമ്മറീസ്. അതെ അല്ല, ഇത് ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അല്ല. എല്ലാവർക്കും എടുത്തോടത്തപ്പോ ഞങ്ങള് ഇടയ്ക്കൂടി ഓരോ ടേസ്റ്റാ. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കുറേ ഷോർട്സും അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാനുള്ളതൊക്കെ എടുത്തു. പിന്നെ അതേ ചായ വയ്ക്കുവാണ്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ കട്ടൻ ചായയും പിന്നെ ഞങ്ങൾക്ക് കോഫിയും അങ്ങനെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ലാവിഷാണ്. ദേ ചക്കട, പരിപ്പട, ചക്കട, ബൺ. എക്സ്പയറി ആയ ബണ്ണാണ്. ഇത് ഞങ്ങൾ ഇന്നലെ മേടിച്ച ബണ്ണ്. പിന്നെ കട്ടൻ ചായ ഉണ്ട്, കോഫി ഉണ്ട്. കോഫി ഡൈല്യൂട്ട് ആക്കിയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ഇളക്കണറിട്ട്. ഹലോ, അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പം അമ്പലത്തിൽ ഉത്സവമാണ്. അവിടെ ഞങ്ങൾക്ക് കുറച്ച് അടുത്ത് കുറേ അമ്പലമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവിടെയും ഉത്സവമാണ്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞു.
ഇപ്പൊ ഇവിടെ ഒരു കൃഷ്ണന്റെ അമ്പലം ഉണ്ട് അവിടേക്ക്. അപ്പൊ അവിടെ ഇന്നിപ്പോ പരിപാടികളൊക്കെ ഉണ്ട് പറഞ്ഞു. കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ഓ പോയി ഹായ് പറ. ഞങ്ങളെല്ലാവരും റെഡിയായി. അമ്മ അവിടെ റെഡിയായിട്ട് വാതിലൊക്കെ പൂട്ടി ഇറങ്ങുന്നുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് അമ്പലത്തിലെ വിശേഷങ്ങൾ കാണാം അല്ലേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. അടുത്താന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ 10 ദിവസം ആണ് ഉത്സവം. അങ്ങനെ 10 അവതാരം കൃഷ്ണാവതാരങ്ങൾ വെച്ചിട്ടാണ്. ഞങ്ങൾ ചെന്നന്ന് വാമനാവതാരമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ചിരാതിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിളക്ക്. അപ്പോൾ അതൊക്കെ കത്തിക്കാൻ ഞങ്ങളും കൂടി. ഉത്സവത്തിന് പോകുമ്പം ഐസ്ക്രീം മുഖ്യം ബിഗിലെ എന്ന് പറയുന്ന മാതിരി ഇതേ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. കുട്ടികളൊക്കെ കഴിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പോന്നു കേട്ടോ പെട്ടെന്ന് തന്നെ. പിന്നെ ഇതേ രാത്രിയത്തെ ഫുഡ്, എനിക്ക് ചപ്പാത്തി, ചേച്ചിക്ക് ചോറ്. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇന്ന് മൊത്തത്തിലൊരു ഹറി ബറി ആയിരുന്നു. അതെ, അമ്പലത്തിൽ നിന്ന് പിന്നെ തിരിച്ചു വന്നിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അധികം എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഷോർട്സ് എടുക്കണതിന്റെ തിരക്കില് വ്ളോഗിന്റെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോവായിരുന്നു. പിന്നെ ഓർക്കുമ്പോഴാണ് കുറേശ്ശെ എടുത്തോണ്ടിരുന്നത്. മിക്കവാറും ഈ വ്ളോഗ് ഒരു ഷോർട്ട് വ്ളോഗായിട്ടായിരിക്കും വരുന്നത്. മീൻസ് ഷോർട്ട് വെച്ച് കഴിഞ്ഞാൽ സാധാ പോലത്തെ ലെങ്ത് പോലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതെ, ഞങ്ങൾ നോക്കിയിട്ടില്ല എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന്. പിന്നെ അമ്പലത്തിൽ നിന്ന് ദച്ചുവിന് ഉറക്കം വന്നിട്ട് അവള് കരഞ്ഞിട്ട് പിന്നെ അവള് ഉറങ്ങി. നിച്ചുവിന് ഞാൻ വേഗം ചോറ് കൊടുത്ത് അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. പിന്നെ അവളും ഉറങ്ങി, അവൾക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഒരാള് ഫുഡ് പോലും കഴിക്കാണ്ട്. അതെ, പിന്നെ എനിക്ക് ശിവരാത്രി പിന്നെ എനിക്ക് ആവി ഉറക്കം ഉണ്ടാവില്ല എന്ന്. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ കിടന്നുറങ്ങണം. കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങണം അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ.